Good morning, students. നമ്മളിന്ന് 5th സെമിസ്റ്ററിൻ്റെ ഓൺലൈൻ ക്ലാസ് ആരംഭിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സെമിസ്റ്ററിൽ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് പഠിക്കാനുണ്ട്. അപ്പോൾ ജിയോ ടെക് എഞ്ചിനീയറിംഗ് എന്താണെന്നും അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ്സാണ് ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് സോയിൽസ് ആണ്. അപ്പോൾ ഈ സോയിലിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളുടെ ബിൽഡിങ്സ്, അതുപോലെ തന്നെ പേയ്മെൻറ്റ്സ്, എർത്ത് ഡാംസ്, ടണൽ, ഇതെല്ലാം തന്നെ ആ ഒരു എർത്തിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ അല്ലെങ്കിൽ ഫോഴ്സസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഉള്ളത്. ഒപ്പം തന്നെ ആ സോയിലുള്ള ഫ്ലോയിങ് വാട്ടറിൻ്റെയും കൂടി കൺസിഡറേഷൻ ചെയ്തിട്ടാണ് നമ്മൾ ഈ സോയിലിൽ ഏതെല്ലാം സ്ട്രക്ചേഴ്സ് വേണം, ഏതെല്ലാം പറ്റില്ല, അപ്പോൾ സോയിലിൻ്റെ വീക്ക്നെസ് എവിടെയാണുള്ളത്, അപ്പോൾ അതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൊജക്റ്റ് എന്താണോ അത് കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ സോയിലിൻ്റെ സ്ട്രെങ്ത്ത് നമുക്ക് മെഷർ ചെയ്യണം. ഒപ്പം തന്നെ സോയിലിൻ്റെ ഓരോ പ്രോപ്പർട്ടീസും നമുക്ക് എന്ത് ചെയ്യണം, മനസ്സിലായാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൊജക്റ്റ് അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു അസംഷൻ എന്ന് പറയുന്നത് അസംഷൻ ഓഫ് നമ്മളുടെ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ആക്ഷൻ ഓഫ് ഫോഴ്സസ് ആക്ടിങ് ഓൺ സോയിൽ വിത്ത് ഫ്ലോയിങ് വാട്ടറാണ്. ഈ ഒരു അസംഷൻ കൺസിഡർ ചെയ്തിട്ടാണ് ഈ ജിയോ ടെക് എഞ്ചിനീയറിംഗ് പറഞ്ഞ സബ്ജക്റ്റ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ ഫാദർ ഓഫ് ജിയോ ടെക് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് കാൾ തെർസാഗിയാണ്. അപ്പോൾ അദ്ദേഹം ചെയ്തത് എന്താ വെച്ചാൽ നമ്മളുടെ സോയിലിൽ എത്രത്തോളം വാട്ടർ ഉണ്ട്, എത്രത്തോളം എയർ ഉണ്ട്, അപ്പോൾ ഇതെല്ലാം തന്നെ കൺസിഡർ ചെയ്ത് തന്നെ ഓരോരോ ഫേസ് ഡയഗ്രാമായിട്ട് ഡിറൈവ് ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ അതിലുള്ള പ്രോപ്പർട്ടീസും എന്ന് വെച്ച് കഴിഞ്ഞാൽ വോയിഡ് റേഷ്യോ, പോറോസിറ്റി, സാച്ചുറേഷൻ ഡെൻസിറ്റി, സബ്മർജ് ഡെൻസിറ്റി, ഇങ്ങനെയുള്ള കുറേ പാരാമീറ്റേഴ്സും ഡിറൈവ് ചെയ്ത് അത് തമ്മിലുള്ള റിലേഷൻഷിപ്പും കൂടി നമുക്ക് ഫസ്റ്റ് മോഡ്യൂളിൽ പഠിക്കാനുണ്ട്. അപ്പോൾ ജിയോ ടെക് എഞ്ചിനീയറിംഗ് നമ്മൾ മെയിൻലി നമ്മൾ എന്തിനാണ് ജിയോ ടെക് എഞ്ചിനീയറിംഗ് പറഞ്ഞ സബ്ജക്റ്റ് നമ്മൾ എന്തിനാണ് പഠിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സിവിൽ എഞ്ചിനീയറുമായിട്ട് ഒരുപാട് അടുത്ത് നിൽക്കുന്ന ഒരു ബ്രാഞ്ചാണ് സോയിൽ മെക്കാനിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മളുടെ ബ്രിഡ്ജ് കൺസ്ട്രക്ഷൻ, അതേപോലെ തന്നെ നമ്മളുടെ ബിൽഡിങ്സ്, റോഡ്, എർത്ത് ഡാംസ്, ടണൽ, അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ റിലേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ സോയിലിനെയാണ്. അപ്പോൾ ഈ സോയിലിന് എത്ര ബിയറിംഗ് കപ്പാസിറ്റി ഉണ്ട്, എത്ര ലോഡ് അത് ക്യാരി ചെയ്യാൻ പറ്റും, അപ്പോൾ എത്ര ഡെപ്തിൽ നമ്മൾ എന്ത് ചെയ്യണം, ഫൗണ്ടേഷൻ പ്രൊവൈഡ് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പഠിക്കാനാണ്. അതേപോലെ തന്നെ ഈ കാര്യങ്ങളെല്ലാം തന്നെ റെഫറൻസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഓരോ പ്രൊജക്റ്റും ചെയ്യാറ്. അപ്പോൾ നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ സോയിൽ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, ഒറിജിൻ ഓഫ് സോയിൽ എങ്ങനെയാണ്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ്, ദെൻ അതിൻ്റെ പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണ്, അതിൻ്റെ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ പ്രോപ്പർട്ടീസ് അത് ഏതൊക്കെയാണ്, ദെൻ അതിൻ്റെ ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണ്, അപ്പോൾ ഇതൊക്കെയാണ് ഫസ്റ്റ് മോഡ്യൂളിൽ നമ്മൾ പഠിക്കുന്നത്. രണ്ടാമത്തെ മോഡ്യൂളിൽ പഠിക്കുന്നത് ആ സോയിലിൽ ആക്ട് ചെയ്യുന്ന സോയിൽ വാട്ടേഴ്സിനെ കുറിച്ചാണ്. അത് ഫ്രീ വാട്ടർ, അങ്ങനെ കുറച്ച് ടേംസുകൾ വരുന്നുണ്ട്. അത് കഴിഞ്ഞ ഉടനെ അതിൻ്റെ പെർമിബിലിറ്റിയെ കുറിച്ചാണ് നമ്മൾ ആ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. സെക്കൻഡ് മോഡ്യൂളിൽ പെർമിബിലിറ്റി പറയുമ്പോൾ പെർമിബിലിറ്റി കണ്ടുപിടിക്കാനുള്ള 2 മെത്തേഡുകളുണ്ട്. കോൺസ്റ്റൻറ്റ് ഹെഡ്, വേരിയബിൾ ഹെഡ് ഉണ്ട്. അതിൻ്റെ പ്രൊസീജിയറെല്ലാം തന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സെക്കൻഡ് മോഡ്യൂളിൽ പഠിക്കുന്ന സമയത്ത് പഠിക്കാം. ദെൻ തേർഡ് മോഡ്യൂൾ ഡീൽ ചെയ്യുന്നത് അതിൻ്റെ ബിയറിംഗ് കപ്പാസിറ്റിയാണ്. ബിയറിംഗ് കപ്പാസിറ്റി കണ്ടുപിടിക്കാനുള്ള കുറച്ച് മെത്തേഡ്സ് ഉണ്ട്. ഇപ്പോൾ പ്ലേറ്റ് ലോഡ് ടെസ്റ്റ്, STP, സ്റ്റാൻഡേർഡ് പെനിട്രേഷൻ ടെസ്റ്റ്, ഇതെല്ലാം വെച്ച് നമ്മൾ എന്ത് ചെയ്യണു, അതിൻ്റെ ബിയറിംഗ് കപ്പാസിറ്റി കണ്ടുപിടിക്കുന്നു. അതാണ് മൂന്നാമത്തെ മോഡ്യൂളിൽ മെയിനായിട്ട് വരുന്നത്. ഒപ്പം തന്നെ അതിൽ ബോറിങ്സ് വരുന്നുണ്ട്, നമ്മളെ സോയിൽ എക്സ്പ്ലോറേഷൻ വരുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ മൂന്നാമത്തെ മോഡ്യൂളിൽ വരുന്നത്. നാലാമത്തെ മോഡ്യൂൾ വരുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫൗണ്ടേഷൻസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാലോ ഫൗണ്ടേഷൻ, ഡീപ്പ് ഫൗണ്ടേഷൻ, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ, ദെൻ അതിൻ്റെ ഡിസൈൻ. ഇത്രയാണ് നമ്മളുടെ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് പറഞ്ഞ സബ്ജക്റ്റിൻ്റെ 4 മോഡ്യൂൾസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിലെ ഫസ്റ്റ് ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാൻ പോകും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഒറിജിൻ ഓഫ് സോയിലാണ്. ഒറിജിൻ ഓഫ് സോയിൽ. ഈ സോയിൽ എങ്ങനെയാണ് ഫോം ചെയ്യണമെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് ആൻഡ് എഞ്ചിനീയറിംഗ് പറഞ്ഞ സബ്ജക്റ്റ് നിങ്ങൾ 3rd സെമിസ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇഗ്നിയസ് റോക്ക് ഫോം ചെയ്യുന്നത് എർത്ത് ക്രസ്റ്റിലുള്ള മാഗ്മ കൂൾ ചെയ്തിട്ടാണ് ഇഗ്നിയസ് റോക്സ് ഉണ്ടാവുന്നതെന്നാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളത്, ശരിയല്ലേ? ഈ ഇഗ്നിയസ് റോക്സിന്
വെതറിങ് സംഭവിച്ചു കഴിഞ്ഞാൽ അത് സെഡിമെൻ്ററി റോക്സ് ആവും. ശരിയല്ലേ? അതേപോലെ തന്നെ ഈ ഇഗ്നിയസ് റോക്സിന് ഹൈ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് മെറ്റമോർഫിക് റോക്കിലേക്ക് കൺവേർട്ട് ചെയ്യും. സെയിം പ്രൊസീജിയർ തന്നെ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പാരൻ്റ് റോക്കിന് വെതറിങ് സംഭവിച്ചിട്ടാണ് സോയിൽസ് ഉണ്ടാവുന്നത്. വെതറിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫിസിക്കൽ വെതറിങ് ഉണ്ട്, കെമിക്കൽ വെതറിങ് ഉണ്ട്. ഇപ്പോൾ ഫിസിക്കൽ വെതറിങ്ങിന് എക്സാമ്പിൾസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ റെയിൻഫോൾ, വിൻഡ്, ദെൻ ഗ്ലേസർ വാട്ടർ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. ഇപ്പോൾ ബയോളജിക്കൽ മാറ്റേഴ്സ് പറഞ്ഞാൽ ട്രീസിൻ്റെ റൂട്ട്സ് എല്ലാം വെച്ചിട്ട് അതിന് ഡിസിൻറ്റിഗ്രേഷൻ സംഭവിക്കും. ദെൻ കെമിക്കൽ ഡിസിൻറ്റിഗ്രേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ഓക്സിഡേഷൻ, കാർബണേഷൻ, ഹൈഡ്രോളിസിസ്, ഇങ്ങനെയുള്ള കുറേ ടേമുകൾ വെച്ചിട്ട് അതിന് എന്ത് സംഭവിക്കുക? ഒരു ഡീകമ്പോസിഷൻ സംഭവിക്കുക. അപ്പോൾ ഈ ഡീകമ്പോസിഷൻ ചെയ്യുന്ന സമയത്ത് ആ പാരൻ്റ് റോക്കിൽ നിന്ന് ഈ റോക്ക് പാർട്ടികൾ എന്താവും? ഫൈൻ പൗഡറായിട്ട് മാറി അതെന്ത് ചെയ്യും? ആ പാരൻ്റ് റോക്കിൻ്റെ മേലെ സർഫസിൽ ഉണ്ടാവും. ഈ സർഫസിൽ നിൽക്കുന്ന ആ പാർട്ടിക്കിളിൽ വിൻഡ് ആക്ഷനോ അതേപോലെ തന്നെ റണ്ണിങ് വാട്ടറോ അതേപോലെ തന്നെ ഗ്ലേസർ വാട്ടറോ വരുന്ന സമയത്ത് ഈ മേലെയുള്ള സോയിൽ പാർട്ടികൾ എന്ത് ചെയ്യും? ട്രാൻസ്പോർട്ട് ചെയ്യും. ഈ ട്രാൻസ്പോർട്ട് ചെയ്ത് ഏതെങ്കിലും ഒരു പ്ലേസിൽ പോയി എന്ത് ചെയ്യും? അത് ഡെപ്പോസിറ്റ് ചെയ്യും. ഈ ഡെപ്പോസിഷൻ എല്ലാം തന്നെ കംപ്ലീറ്റ് ചെയ്ത് വന്നതിന് ശേഷമുള്ള ആ സോയിൽ പാർട്ടിക്കിൾസിനെ നമ്മൾ ഡിഗ് ചെയ്യുക അല്ലെങ്കിൽ പ്ലഫ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സോയിലായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ എർത്ത് ക്രസ്റ്റിൽ എല്ലാ ഭാഗത്തും ഈ സോയിൽ കവേർഡഡ് ആണ്. ഇപ്പോൾ ബൗൾഡേഴ്സ് ആയിക്കോട്ടെ, സിൽട്ട് ആയിക്കോട്ടെ, സോയിൽ, അങ്ങനെ പല രീതിയിൽ സോയിലെല്ലാം തന്നെ എന്താണ്? ഫുള്ളി കവേർഡഡ് ആണ്. അപ്പോൾ ഇതിൽ ഈ സോയിലിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് ഒരു സൈക്ലിക് പ്രോസസ്സാണ്, ജിയോളജിക്കൽ സൈക്കിൾ എന്ന് പറയും. അപ്പോൾ ഇതിൽ ആദ്യം വരുന്നത് പാരൻ്റ് റോക്കാണ്. പാരൻ്റ് റോക്കിന് എന്ത് സംഭവിക്കും? വെതറിങ് സംഭവിച്ചിട്ട് ഇറോഷൻ സംഭവിക്കും. അതിന് ഇറോഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു ആ പാരൻ്റ് റോക്കിൽ നിന്ന് ഫൈൻ പൗഡർ എന്ത് ചെയ്യണം? ട്രാൻസ്പോർട്ട് ചെയ്യണം. അപ്പോൾ കുറച്ച് ഏജൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ റണ്ണിങ് വാട്ടർ, ഗ്ലേസർ വാട്ടർ, ഇതെല്ലാം വെച്ച് എന്ത് ചെയ്യും? ആ പൗഡർ ട്രാൻസ്പോർട്ട് ചെയ്യും. ഈ ട്രാൻസ്പോർട്ട് ചെയ്ത ഫൈൻ പൗഡർ എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് പോയിട്ട് എന്ത് ചെയ്യും? ഡെപ്പോസിറ്റ് ചെയ്യും. ഈ ഡെപ്പോസിറ്റ് ചെയ്ത സോയിലിൽ അപ്പ് ഹീലിംഗ് സംഭവിച്ചിട്ടാണ് നമ്മളുടെ റോക്ക് ഫോം ചെയ്യുന്നത്. ഈ അപ്പ് ഹീവൽ സംഭവിച്ചതിനെ നമ്മൾ ഡിഗ് ചെയ്യുക അല്ലെങ്കിൽ പ്ലഫ് ചെയ്തിട്ടാണ് സോയിൽ ഉണ്ടാവണമെന്ന് പറഞ്ഞു. അത് സംഭവിച്ചില്ലെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും? ഈ അപ്പ് ഹീവൽ സംഭവിച്ച ആ സോയിലിന് വീണ്ടും വെതറിങ് സംഭവിക്കാം. ദെൻ വീണ്ടും എന്ത് ചെയ്യാം? ഈ ആ പാരൻ്റ് റോക്കിൽ നിന്ന് അത് ട്രാൻസ്പോർട്ട് ചെയ്ത് ഡെപ്പോസിറ്റ് ചെയ്ത് ഇതൊരു ചെയിൻ റിയാക്ഷൻ പോലെ, ഒരു സൈക്കിൾ പോലെ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ഇത് നമ്മൾ ഇതിനെ പറയുന്ന പേര് ജിയോളജിക്കൽ സൈക്കിൾ എന്നാണ് പറയും. അപ്പോൾ ഇതിൽ ഇറോഷന് കാരണമാവുന്ന ടേംസിൽ ഏതൊക്കെയാണ്? ദെൻ ട്രാൻസ്പോർട്ടേഷന് കാരണമാവുന്ന പോയിൻറ്റ്സിൽ ഏതൊക്കെയാണ്? ഡെപ്പോസിഷന് ഏതൊക്കെയാണ്? അപ്പ് ഹീവൽ ഏതൊക്കെ? ഇതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ദെൻ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇറോഷനെ കുറിച്ചാണ്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഇറോഷനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ പറയേണ്ടത് എന്താ വെച്ചാൽ, ഒരു പാരൻ്റ് റോക്കിന് ഫിസിക്കൽ ഓർ കെമിക്കൽ വെതറിങ് സംഭവിച്ചിട്ടാണ് അതിൻ്റെ ഡിസിൻറ്റഗ്രേഷൻ സംഭവിക്കുക. അപ്പോൾ ഈ പാരൻ്റ് റോക്കിന് ഡിസിൻറ്റഗ്രേഷൻ സംഭവിക്കണമെങ്കിൽ അവിടെ ടെമ്പറേച്ചർ ചേഞ്ചസോ അതുപോലെ തന്നെ വേവ് ആക്ഷനോ അല്ലെങ്കിൽ ബയോളജിക്കൽ മാറ്റേഴ്സോ അല്ലെങ്കിൽ വിൻഡോ, ഇത്രയും പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ എന്താണ്? ഫിസിക്കൽ ഡിസിൻറ്റഗ്രേഷനുള്ള മാറ്റേഴ്സാണ്. അത് കഴിഞ്ഞ് അല്ലെങ്കിൽ അതിന് കെമിക്കൽ ഡിസിൻറ്റഗ്രേഷൻ സംഭവിക്കാം. കെമിക്കൽ ഡിസിൻറ്റഗ്രേഷൻ എക്സാമ്പിൾ പറയുമ്പോൾ ഓക്സിഡേഷൻ, ഹൈഡ്രേഷൻ, അതേപോലെ തന്നെ ഹൈഡ്രോളിസിസ്, ഈ ടേമുകളെല്ലാം തന്നെ എന്താണ്? കെമിക്കൽ ഡിസിൻറ്റഗ്രേഷന് എക്സാമ്പിൾസാണ്. അപ്പോൾ അത് കഴിഞ്ഞ് നേരെ അത് ട്രാൻസ്പോർട്ട് ചെയ്യണം. ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിൻഡ്, വാട്ടർ, റണ്ണിങ് വാട്ടർ അല്ലെങ്കിൽ ഗ്ലേസർ വാട്ടർ, അതുവഴി എന്ത് ചെയ്യും? അത് ട്രാൻസ്പോർട്ട് ചെയ്യും. ട്രാൻസ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്ലേസിൽ ഇപ്പോൾ എന്ത് ചെയ്യും? ഡെപ്പോസിറ്റ് ചെയ്യും. ഈ ഡെപ്പോസിഷനെ നമ്മൾ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ഈ പറഞ്ഞതിന് ശേഷം പറയാം. ഓക്കെ,
അപ്പോൾ ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ ഈ ഡെപ്പോസിഷൻ്റെ ക്ലാസിഫിക്കേഷനാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ മെയിൻലി ഈ ഡെപ്പോസിഷനെ ജിയോളജിക്കൽ ബേസിസിൽ എങ്ങനെ ക്ലാസിഫൈ ചെയ്യുക വെച്ചാൽ രണ്ടായിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുക. ഒന്ന് റെസിഡ്യുവൽ ഡെപ്പോസിറ്റ്, രണ്ട് ട്രാൻസ്പോർട്ടഡ് ഡെപ്പോസിറ്റ്. ഈ റെസിഡ്യുവൽ ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ പാരൻ്റ് റോക്കിൽ എന്ത് സംഭവിക്കും, വെതറിങ് സംഭവിച്ചിട്ട് ഈ വെതറിങ് സംഭവിച്ച പാരൻ്റ് റോക്കിൽ മേലെ ഒരു ഫൈൻ പൗഡർ പോലെ സോയിൽ ഫോം ചെയ്യും. അതിന് വെതറിങ് സംഭവിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാട്ടറോ അല്ലെങ്കിൽ വിൻഡോ സംഭവിച്ചിട്ട് എന്ത് ചെയ്യും, അത് ട്രാൻസ്പോർട്ട് ചെയ്യും. ഈ ട്രാൻസ്പോർട്ടേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പാരൻ്റ് റോക്കിലുള്ള ഡെപ്പോസിറ്റാണ് റെസിഡ്യുവൽ ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. ഈ റെസിഡ്യുവൽ ഡെപ്പോസിറ്റിനൊരു എക്സാമ്പിളായിട്ടുള്ള സോയിൽ എന്ന് പറയുന്നത് ബ്ലാക്ക് കോട്ടൺ സോയിലാണ്. ഓക്കെ, ദെൻ ട്രാൻസ്പോർട്ടഡ് ഡെപ്പോസിറ്റ്. ഈ ട്രാൻസ്പോർട്ടഡ് ഡെപ്പോസിറ്റ് തന്നെ വീണ്ടും നമുക്ക് 4 ക്ലാസിഫൈ ചെയ്യാം. അത് ഏതൊക്കെയാ വെച്ചാൽ, ഓക്കെ, ഒന്ന് വാട്ടർ, രണ്ട് വിൻഡ്, മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഐസാണ്, ദെൻ ലാസ്റ്റ് വൺ ഗ്രാവിറ്റിയാണ്. ഓക്കെ, ഈ ട്രാൻസ്പോർട്ടഡ് ഡെപ്പോസിറ്റ് ബൈ വാട്ടർ തന്നെ 3 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. 3 ക്ലാസിഫിക്കേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് റണ്ണിങ് വാട്ടറാണ്. റണ്ണിങ് വാട്ടർ വഴി ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഡെപ്പോസിറ്റുകളിനെ നമ്മൾ അലൂവിയൽ ഡെപ്പോസിറ്റ് എന്ന് പറയാം. അലൂവിയൽ ഡെപ്പോസിറ്റ്. ദെൻ രണ്ടാമത് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഓഷനിലാണ്, സീയിൽ എങ്ങനെ ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ ഈ റിവറിൽ നിന്ന് ഈ ട്രാൻസ്പോർട്ടഡ് ചെയ്യുന്ന ഈ സോയിൽ എന്ന് പറയുന്നത് ആ സീലും റിവറും കൂടി ജോയിൻ ചെയ്യുന്ന ആ പോർഷനിലായിരിക്കും എന്ത് വരിക, ഡെപ്പോസിറ്റ് സംഭവിക്കുക. ഈ ഡെപ്പോസിറ്റ് സംഭവിക്കുന്ന ആ ഒരു ടൈപ്പ് ഓഫ് ഡെപ്പോസിറ്റ് നമ്മൾ മെറൈൻ ഡെപ്പോസിറ്റ് എന്ന് പറയും. ഓക്കെ, ദെൻ മൂന്നാമത്തെ ഡെപ്പോസിഷൻ എന്ന് പറയുന്നത് അതെങ്ങനെയാണ് വെച്ചങ്ങിയ ഈ റണ്ണിങ് വാട്ടർ കഴിഞ്ഞു, സീ കഴിഞ്ഞു, ദെൻ സ്റ്റേബിളായിട്ടുള്ളൊരു വാട്ടർ ടൈപ്പാണ് നമ്മുടെ ലേക്ക് എന്ന് പറയുന്നത്. ഈ ലേക്കിൽ നമ്മൾ എങ്ങനെയാണ് ഡെപ്പോസിറ്റ് സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ബോട്ടം സർഫസിലായിരിക്കും, ബോട്ടത്തിലായിരിക്കും എന്ത് വരിക, ഈ സോയിലിൻ്റെ ഡെപ്പോസിറ്റുകൾ ഉണ്ടാവുക. അതിന് നമ്മൾ ലക്കസ്ട്രെയിൻ ഡെപ്പോസിറ്റ് എന്നാണ് പറയുക. ലക്കസ്ട്രെയിൻ ഡെപ്പോസിറ്റ്. ഓക്കെ, ദെൻ അടുത്ത ക്ലാസിഫിക്കേഷൻ വരുന്നത് വിൻഡാണ്. വിൻഡ് വഴി ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഡെപ്പോസിറ്റ് നമ്മൾ ഇയോലൈൻ ഡെപ്പോസിറ്റ് എന്നാണ് പറയുക. ഇയോലൈൻ ഡെപ്പോസിറ്റ്. ദെൻ ഐസിൻ്റെ ഫോർമേഷൻ കൊണ്ട് ഉണ്ടാകുന്ന ട്രാൻസ്പോർട്ടഡ് ഡെപ്പോസിറ്റ് നമ്മൾ ഗ്ലേസർ ഡെപ്പോസിറ്റ് എന്ന് പറയാം. ഗ്ലേസർ ഡെപ്പോസിറ്റ്. ദെൻ ഈ ട്രാൻസ്പോർട്ടഡ് ഡെപ്പോസിറ്റ് ബൈ ഗ്രാവിറ്റിയിൽ വരുന്നതാണ് കൊളൂവിയൽ ഡെപ്പോസിറ്റ്. ഓക്കെ, എല്ലാവരും ഈ ഒരു ക്ലാസിഫിക്കേഷൻ എന്തായാലും എല്ലാവരും പഠിച്ചിരിക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്ലാസിഫിക്കേഷനാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ ഫസ്റ്റ് സെഷനായിട്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും വല്ല സംശയം ഉണ്ടെങ്കിൽ ഒന്നുമില്ലെങ്കിൽ എന്നെ പേഴ്സണലായിട്ടോ അല്ലെങ്കിൽ ഗൂഗിൾ ക്ലാസ് റൂം വഴി നിങ്ങൾക്ക് ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമ്മൾ വെക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ പറഞ്ഞ പോർഷൻസ് എല്ലാം തന്നെ വൃത്തിയായി പഠിക്കുക.
എല്ലാവരും വീട്ടിലിരുന്ന് സേഫായിട്ട് തന്നെ ഇരിക്കുക. നിങ്ങൾ സേഫായി ഇരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഓൺലൈൻ ക്ലാസ് എല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നന്നായി പഠിക്കുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.